അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന എന്ത് പരിപാടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, ഇത് നമ്മുടെ പാവയ്ക്കയാണ്. അപ്പോൾ അത് നമ്മൾ കുഞ്ഞായിട്ട് കൊത്തി അരിഞ്ഞ് നമ്മൾ വെച്ചിരിക്കുകയാണ്. അത്യാവശ്യം കയ്പൊക്കെ ഉള്ള പാവയ്ക്കയാണ്, നല്ല പച്ച നിറത്തിലെ. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ എടുത്തിരിക്കുന്നത് തേങ്ങ, പിന്നെ നമ്മുടെ സവോള നമ്മൾ 2 സവോളകൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറിവേപ്പില, പച്ചമുളക്. അപ്പം സാധാരണ എല്ലാവർക്കും പാവയ്ക്ക തിന്നാൻ മടിയെന്ന് പറഞ്ഞാൽ കഴിക്കാൻ മടിയെന്ന് പറഞ്ഞാൽ ഇച്ചിരി കയ്പിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ് ഒന്നും പഠിക്കുന്നത്. അതല്ലേ, ഒന്ന് ചിന്തിക്കും വേണോ വേണ്ടത്. അപ്പൊ നമ്മള് ഇന്നുണ്ടാക്കുന്ന ഈ തോരൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പരിധി വരെ കയ്പ് കുറയ്ക്കാൻ പറ്റും. മാറ്റാൻ പറ്റത്തില്ല. നമ്മളെ നാട്ടിൽ കിട്ടുന്ന അത്ര വെള്ള പാവയ്ക്കല്ല, വെള്ള പാവയ്ക്ക് കുറെ കൂടെ കയ്പ് കുറവായിരിക്കും. ഇത് ഒരു പ്രത്യേക ടൈപ്പ് പാവയ്ക്ക, വലിയ വലിപ്പമില്ല, ചെറിയ വലിപ്പമുള്ളൂ. പക്ഷെ നല്ല കയ്പാണ്. ഇവിടുത്തെ ഒരു മെയിൻ ഫുഡാണ് ഈ പാവയ്ക്ക. അപ്പൊ നമ്മളുടെ നാടൻ പാവയ്ക്ക ഇതുപോലെ തോരൻ വെച്ച് കഴിഞ്ഞാല് വളരെ ടേസ്റ്റി ആയിട്ട് പകുതിക്ക് മേലെ ഒരു ടേബിൾ സ്പൂണോളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും അതിന്റെ കൂട്ടത്തിൽ തന്നെ ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മൾ ഇതൊന്ന് ഞെരടി എടുക്കുമ്പോൾ, ഇപ്പൊ നമ്മളിത് ഞെരടി എടുക്കുമ്പോഴും അല്ലാതെ ഇത് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇടുവാണ്. നമ്മൾ സാധാരണ തോരനൊക്കെ വെക്കുമ്പോൾ നമ്മൾ ചീനച്ചട്ടിയിലോട്ട് ഇളക്കി കൂട്ടുകയല്ലേ, ഇത് നമ്മൾ കൈവച്ച് തന്നെ ഒന്ന് തിരുമ്മി എടുത്ത് വെച്ചിട്ട് വേണം നമുക്ക് ഇതിനെ എടുക്കാനായിട്ട്. അപ്പോൾ ഉണ്ടല്ലോ ആ കയ്പിന്റെ കുറച്ചുകൂടെ അപ്പൊ നമുക്കിതൊന്ന് മഞ്ഞപ്പൊടി ഇടാം. അപ്പൊ നമുക്കിതെല്ലാം എടുത്ത് തിരുമ്മ എടുക്കാവേ. തേങ്ങ നമ്മളൊരു 1/2 കപ്പ് എടുത്തിട്ടുള്ളൂ, കൂടുതൽ വേണമെങ്കിൽ എടുക്കാവേ. മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മൾ കടുക് വറക്കുന്ന നേരം കൊണ്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് തിരുമ്മി കൂട്ടി വെച്ച് കഴിഞ്ഞാലുള്ള അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമായിരിക്കും, നമ്മൾ സാധാരണ ചെയ്യുന്നതിനേക്കാളിലും വ്യത്യാസമായിരിക്കും. അപ്പം ഞാനിത് തിരുമ്മി കൂട്ടുമ്പോൾ തന്നെ ഏട്ടനവിടെ കടുക് പൊട്ടിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ കടുകിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് 2 വറ്റൽമുളകും കൂടി ഇട്ട് കഴിഞ്ഞാൽ സംഭവം പൊളിയായിരിക്കും. ഇപ്പം നമ്മളിവിടെ പച്ചമുളക് എടുത്തിട്ടുണ്ട്, എനിക്ക് ആവശ്യമായിട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു വറ്റമുളക് കൂടെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ 2ആയിട്ട് മുറിച്ച് അതുകൂടെ കിടക്കട്ടെ. അപ്പൊ അത് കടുകും വറ്റൽമുളകും കൂടെ പൊട്ടുന്ന നേരം കൊണ്ട് നമുക്ക് ഇതൊന്ന് തിരുമ്മി കൂട്ടണം. മാത്രമല്ല ഇതിന്റെ രുചിക്ക് ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ ഈ 2 രീതിയിലും ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പം കൂടുതൽ ടേസ്റ്റ് ഉള്ള ഇങ്ങനെ ചെയ്യുന്നത്, അതുകൊണ്ട് ഇങ്ങനെ ചെയ്തു. നമ്മൾ ഏത് തോരൻ വെക്കുവാണെങ്കിലും ഉണ്ടല്ലോ ഇതുപോലെ ഒന്ന് തിരുമിയിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് സംഭവം. നമ്മള് പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പൊ നമ്മുടെ കടുകൊക്കെ പൊട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി അത്യാവശ്യം ശബ്ദമൊക്കെ കാണും കേട്ടോ, നല്ല മഴയാണ് വെളിയില്. നമ്മുടെ ഇവിടെ മറ്റേ ചുഴലിക്കാറ്റിന്റെ ഒക്കെ എഫക്ട് ഇതുവരെ തീർന്നിട്ടില്ല. നമ്മുടെ കടുക് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കാം, ഉപ്പൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഒന്നും പിന്നെ നമുക്ക് അതിന് വേണ്ടി നമ്മൾ സമയങ്ങളായിട്ട് കാര്യമില്ല. ജസ്റ്റ് നമ്മളൊന്ന് ഇളക്കി ആ എണ്ണമയൊക്കെ എല്ലായിടത്തും ഈ കടുകും തീ കുറച്ച് വെക്കണം. അപ്പൊ ഇതിൻ്റെ അകത്ത് നമുക്ക് വേറെ ഇനി വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്നാന്ന് വെച്ചാൽ പാവയ്ക്കയ്ക്ക് വെള്ളമയമുണ്ട്, ഉള്ളിക്ക് വെള്ളമയമുണ്ട്, തേങ്ങയ്ക്കുണ്ട്. ഇപ്പൊ എല്ലാ സാധനങ്ങൾക്കും വെള്ളമയം ഉള്ളത് കൊണ്ട് നമ്മൾ എക്സ്ട്രാ ചേർക്കണ്ട. അപ്പൊ അതൊന്ന് കൂട്ടി പൊത്തി വെക്കാം. ഇങ്ങനെ ഇങ്ങനെ അങ്ങ് പൊത്തി വെച്ച് കഴിഞ്ഞാണല്ലോ അതിന്റെ ഉള്ള ആവിയിൽ അത് നന്നായിട്ടങ്ങ് നമുക്ക് ഇതുകൂടെ അങ്ങ് പഠിച്ചിട്ടേക്കാം അല്ലേ. ചെറുതീയിലിരുന്ന് അടിക്ക് പിടിക്കാതെ അപ്പൊ അവിടെ ഇരിക്കട്ടെ. ഏകദേശം ഉണ്ടല്ലോ ഒരു 3 മിനിറ്റ് കഴിഞ്ഞ് അപ്പൊ നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇടയ്ക്ക് നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് ഇളക്കിയിട്ടായിരുന്നേ. ഇടയ്ക്ക് 1 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് ഇളക്കിയായിരുന്നു. ഇപ്പൊ സംഭവം ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. സംഭവം കയ്പ് മണമൊക്കെ ഏകദേശം ഒന്ന് കുറഞ്ഞു തോന്നുന്നല്ലേ. അതെ അതെ, ഇത് നല്ല കയ്പുള്ള പാവയ്ക്കാണ്. നമുക്ക് നാട്ടിൽ കിട്ടുന്നതിനെക്കാട്ടും നല്ല തീരെ കുഞ്ഞു സാധനമാണ്. പക്ഷെ ഇവര് മിക്ക ദിവസം ഡെയിലി കഴിച്ചില്ലെങ്കിൽ പോലും മിക്ക ദിവസം കഴിക്കുന്ന ഒരു
അപ്പോൾ എന്തായാലും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ തന്നെ. അതെ, നമ്മുടെ സവോളയും തേങ്ങയും എല്ലാം കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ കയ്പ്പ് ഒരു പരിധി വരെ നമുക്ക് പൂർണ്ണമായിട്ട് എന്തായാലും നമുക്കിത് കുറയ്ക്കാൻ പറ്റത്തില്ല. അതിന് വേറെ എന്തെങ്കിലും ട്രിക്ക് കുറയ്ക്കാനല്ല, പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തേങ്ങയും സവോളയും ഒരു സ്വല്പം കൂടുതൽ എടുത്താൽ മതി. അപ്പോൾ ഏകദേശം അതിൻ്റെ ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ചെറിയ പാവയ്ക്ക അവിടെ കിട്ടുമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏത് പാവയ്ക്കായിട്ട് ആയിക്കോട്ടെ വാങ്ങിച്ചിട്ട് ഇതുപോലെ തോരൻ വെച്ചിട്ട് അതിൻ്റെ അഭിപ്രായമൊക്കെ ഒന്ന് പറയാം. സംഭവം അടിപൊളിയാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് കൂടെ നോക്കാം. ഉപ്പൊക്കെ ഉണ്ടോ? കയ്പുണ്ട് എങ്കിലും കുറവുണ്ട് കയ്പ്. സംഭവം പൊളി സാധനം. ചോറിൻ്റെ അകത്തുണ്ട്, അതാണ് ചൂട് ചോറിൻ്റെ അകത്തിട്ട് അങ്ങോട്ട് കുത്തിരി ചോറിൻ്റെ കൂടെ അടിപൊളി സാധനം. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ വിശ്വസിക്കുന്നു. അപ്പം എന്നിട്ട് അതിൻ്റെ അഭിപ്രായമൊക്കെ ഒന്ന് പറയണം. അപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ പാവയ്ക്കാത്തോരനും നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേ തൊട്ടടുത്തൊക്കെ ഉള്ള ബെല്ലൈക്കണൊക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഇടുമ്പോഴത്തേക്കുണ്ടല്ലോ അത് പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പം പിന്നെ ഇതിൻ്റെ അഭിപ്രായ നിർദ്ദേശമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നല്ല വ്യത്യസ്തമായ വേറെ റെസിപ്പിയൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പാവയ്ക്കാത്തോരനും ആയിട്ട് നമുക്കിന്ന് ബൈ. I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.